നന്ദികേടിന്റെ പര്യായമായ ഒരു മെത്രാൻ. ക്രൈസ്തവ സഭകൾക്ക് തന്നെ അപമാനമായ ഈ മെത്രാന്റെ തനി സ്വഭാവം അറിയണമെങ്കിൽ അങ്ങ് കോഴിക്കോട് മുതൽ അമേരിക്കയിൽ വരെ തിരക്കിയാൽ കിട്ടും. ഇദ്ദേഹം ഇന്ന് മധ്യ തിരുവിതാംകൂറിൽ ഒരു ഭദ്രാസനം ഭരിക്കുമ്പോഴും കാടന്റെ കണ്ണ് കോഴിക്കോട്ടിൽ എന്ന് പറയുന്നത് പോലെ പണപ്പെട്ടിയിലാണ്. ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദികനായിരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ സംസ്ഥാന ഹൈവേയുടെ വക്കിൽ നിലമ്പൂരിൽ അല്പസ്ഥലം, അതായത് 20 സെന്റ് സ്ഥലം പൊന്നുവില കൊടുത്ത് വസൂലാക്കി. ഒരു സന്യാസി ആയതുകൊണ്ട് സ്വന്തം അപ്പന്റെ പേരിൽ തന്നെയാണ് സ്ഥലം വാങ്ങിയത്. ആഡംബര വീട് നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. വീടിന്റെ പ്ലാനും തയ്യാറാക്കി വൈദികന്റെ കുപ്പായത്തിന്റെ ബലത്തിൽ പണിയും തുടങ്ങി. എന്തു ചെയ്യാം, കാലക്കേടിന് ഒരു ദിവസം റവന്യൂ വകുപ്പിലെ ഒരു മേലുദ്യോഗസ്ഥൻ അതുവഴി പോയപ്പോൾ പുറമ്പോക്ക് സ്ഥലമായ ഇവിടെ പണി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ അദ്ദേഹം തഹസിൽദാരെ വിളിച്ച് സ്റ്റോപ്പ് മെമ്മോ കൊടുപ്പിച്ചു. മെമ്മോ കയ്യിൽ കിട്ടിയ ഈ വൈദികൻ പല വാതിലുകൾ മുട്ടിയെങ്കിലും ഒരു രക്ഷയും ഉണ്ടായില്ല. ഒരു വാതിലും അദ്ദേഹത്തിന്റെ മുന്നിൽ തുറന്നില്ല. ഒടുവിൽ സ്വന്തം സഭക്കാരനായ ഒരു നേതാവിന്റെ വീട്ടിന്റെ വാതിലിൽ മുട്ടി. ആ വാതിൽ ഈ വൈദികന് മുന്നിൽ മലർക്കെ തുറന്നു. സങ്കടം ബോധിപ്പിച്ചു. പിന്നെ കാര്യങ്ങൾ ചടുല വേഗത്തിൽ നീങ്ങി. ഏറ്റവും ഒടുവിൽ ചെന്നെത്തിയത് ഈ വൈദികന് വേണ്ടി ഒരു നിയമം തന്നെ സർക്കാർ ഉണ്ടാക്കി. ആ നിയമത്തിന്റെ പേരാണ് മലബാർ ലാൻഡ് ആക്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സർക്കാർ സ്ഥലം ഒരു പ്രത്യേക കാരണം പറഞ്ഞ് ആളുകൾക്ക് പതിച്ചു കൊടുക്കുന്ന നിയമം തന്നെ ഈ വൈദികന് വേണ്ടി ഉണ്ടാക്കി. അങ്ങനെ പുറമ്പോക്ക് ഭൂമി വൈദികന് സ്വന്തം. താമസിയാതെ ആഡംബര വീടും ഉയർന്നു. 6000 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായ വീട്. പണം സൂക്ഷിക്കാൻ പ്രത്യേക അറയൊക്കെയുള്ള ഈ വീടിന്റെ പാലുകാച്ച് കഴിഞ്ഞ് കൃത്യം 1 വർഷം കഴിഞ്ഞില്ല. അതിനു മുമ്പ് ആ നാട്ടിലെ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാനെത്തിയ വൈദികൻ പ്രസംഗത്തിനിടെ ആദ്യം പറഞ്ഞത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണെന്നും അവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും. ആ പ്രസംഗം കേട്ടുകൊണ്ട് നിന്ന ഈ വൈദികനെ ആപത്ത് കാലത്ത് സഹായിച്ച ആ രാഷ്ട്രീയക്കാരൻ അന്ന് ഈ വൈദികനെ വെറുത്തതാണ്. പിന്നീട് ഇതുവരെ അയാൾ കണ്ടിട്ടേ ഇല്ല. കാലങ്ങൾ വൈദികനിൽ ഒരുപാട് മാറ്റം വരുത്തി. വൈദികൻ മെത്രാനായി, ഭദ്രാസനാധിപനായി. പക്ഷേ ആ നന്ദികേട് ഇപ്പോഴും മറന്നിട്ടില്ല. രാഷ്ട്രീയക്കാരെ പുച്ഛമായ ഈ മെത്രാന് പണം എന്ന് എഴുതി കാണിച്ചാൽ മതി, അവിടെ കമിഴ്ന്നു വീഴും. ഷൊർണൂരിൽ ഒരു സ്ത്രീയെ പറ്റിച്ച് സ്കൂൾ അടിച്ചു മാറ്റിയ കഥകളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം.